ഹലോ എവ്രി വൺ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇമേജ് ഫോർമേഷൻ ഓൺ ആ റെറ്റിന എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ ഐയുടെ സ്ട്രക്ചറൊക്കെ പഠിച്ചു കഴിഞ്ഞു. ഇനി എങ്ങനെയാണ് നമ്മുടെ കണ്ണിൻ്റെ റെറ്റിനയുടെ മുകളിൽ ഇമേജ് ഫോം ചെയ്യുന്നത്, അല്ലെങ്കിൽ പ്രതിബിംബം എങ്ങനെയാണ് ഫോം ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. നമ്മൾ ഈ ഒരു പിക്ചർ നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇമേജ് വളരെ ചെറുതായിട്ടാണ് നമ്മുടെ കണ്ണിൻ്റെ റെറ്റിനയിൽ പതിക്കപ്പെടുന്നത്. ഇനി സ്ക്രീനിൽ പതിപ്പിക്കാൻ സാധിക്കുന്ന ഇമേജുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് റിയൽ ഇമേജ് എന്ന് പറയുന്നത്. ഇനി അതാകട്ടെ എല്ലായ്പ്പോഴും തല കീഴായിട്ടായിരിക്കും. അപ്പം ഈ 3 ക്യാരക്ടറിസ്റ്റിക്സ് ആണ് കോൺവെക്സ് ലെൻസിൻ്റെ ഇമേജിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ സവിശേഷ ഗുണമെന്ന് പറയുന്നത്. അപ്പം നമുക്കൊരു ക്വസ്റ്റ്യൻ വരികയാണ്, കണ്ണിൽ പതിക്കുന്ന ഇമേജിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഫസ്റ്റ് വൺ ഇസ് റിയൽ എന്ന് വിളിക്കാനുള്ള കാരണം ദേ ക്യാൻ ബി ഫോംഡ് ഓൺ എ സ്ക്രീൻ. അതൊരു സ്ക്രീനിന് മുകളിൽ പതിപ്പിക്കാവുന്നതാണ്. രണ്ടാമത്തെ ഗുണം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ രണ്ടാമത്തെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്, ദേ ആർ ഓൾവേസ് സ്മോളർ. അത് തല കീഴായിട്ടായിരിക്കും എന്നുള്ളതാണ് മൂന്നാമത്തെ ക്യാരക്ടറിസ്റ്റിക്സ്. അപ്പം റിയൽ, സ്മോളർ ആൻഡ് ഇൻവേർട്ടഡ്. ഇനി എങ്ങനെയാണ് നമ്മുടെ ലെൻസ് ഫോക്കൽ ലെങ്ത് അഡ്ജസ്റ്റ് ചെയ്ത് ദൂരെയുള്ള വസ്തുക്കളെയും അടുത്തുള്ള വസ്തുക്കളെയും കാണുന്നതെന്ന് നോക്കാം. നമ്മുടെ കണ്ണിനൊരു പവറുണ്ട്. അതിനെ നമ്മൾ പവർ ഓഫ് എക്കോമഡേഷൻ എന്നാണ് പറയുന്നത്. എക്കോമഡേറ്റ് ചെയ്യാനുള്ള പവർ. എന്തിനെ എക്കോമഡേറ്റ് ചെയ്യാൻ? ദൂരെയുള്ള വസ്തുക്കളെയും അടുത്തുള്ള വസ്തുക്കളെയും നമ്മുടെ കണ്ണിൽ എക്കോമഡേറ്റ് ചെയ്യാനുള്ള പവറുണ്ട്. അതായത് നമ്മുടെ കണ്ണ് അതൊരു ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഫോക്കൽ ലെങ്ത് അഡ്ജസ്റ്റ് ചെയ്ത്, ലെൻസിൻ്റെ ഫോക്കൽ ലെങ്ത് അഡ്ജസ്റ്റ് ചെയ്ത് അകലെയുള്ള വസ്തുക്കളെയും അടുത്തുള്ള വസ്തുക്കളെയും നോക്കിക്കാണുന്നു. നമുക്കത് പ്രത്യേകിച്ച് മനഃപൂർവ്വമായിട്ട് നമ്മളൊരു എഫേർട്ട് എടുക്കേണ്ട ആവശ്യമില്ല. കണ്ണിൻ്റെ സീലിയറി മസിൽസിൻ്റെ പ്രവർത്തനം മൂലം, ലെൻസ് അറ്റാച്ച് ചെയ്തിരിക്കുന്ന സീലിയറി മസിൽസിൻ്റെ പ്രവർത്തനം മൂലം കണ്ണ് അതിൻ്റെ ഫോക്കൽ ലെങ്ത് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുന്നു. എങ്ങനെയാണ് സീലിയറി മസിൽസ് വർക്ക് ചെയ്യുന്നത് എന്ന് നോക്കാം. നമുക്ക് 2 ഓബ്ജക്ട്സിൻ്റെ ചിത്രമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഒന്ന് വളരെ ദൂരെയായിട്ടൊരു മരത്തിൻ്റെ ചിത്രമുണ്ട്, ഒന്ന് വളരെ അടുത്തായിട്ട് ഒരു ബുക്ക് വെച്ചിരിക്കുന്ന ചിത്രമുണ്ട്. നമുക്ക് ആദ്യം നോക്കാം ആ മരത്തിൻ്റെ കേസ്. മരം എന്ന് പറയുന്നത് കുറച്ച് അകലെയാണ്. ആ സമയത്ത് മരം കാണുന്ന സമയത്ത് എന്തൊക്കെയാണ് നമ്മുടെ കണ്ണിന് സംഭവിക്കുന്നത് എന്ന് നോക്കാം. നമ്മുടെ സീലിയറി മസിൽസ് എന്ന് പറയുന്നത് വളരെ റിലാക്സ്ഡ് ആയിരിക്കും ആ സമയത്ത്. കണ്ണിൻ്റെ ഷേപ്പ്, ലെൻസിൻ്റെ ഷേപ്പ് നോക്കുക. ലെൻസിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് കർവേച്ചർ വളരെ കുറവാണ്. അത് ഒരു പരന്ന ഷേപ്പിലാണ് വരുന്നത് അല്ലേ. കർവേച്ചർ അല്ലെങ്കിൽ അതിൻ്റെ വക്രത, വളവ് എന്ന് പറയുന്നത് കുറവാണ്. സീലിയറി മസിൽസ് റിലാക്സ്ഡ് ആണ്. അത് കണക്ട് ചെയ്തിരിക്കുന്ന ലിഗമെൻറ്റ്സ് എന്ന് പറയുന്നത് വളരെ സ്ട്രെച്ച് ചെയ്യപ്പെട്ടിരിക്കുകയാണ് ആ സമയത്ത്. ഇനി ദൂരെയുള്ള വസ്തുക്കളെ കാണാൻ വേണ്ടി തന്നെ നമ്മുടെ ലെൻസിൻ്റെ ഫോക്കൽ ലെങ്ത്ത് വളരെയധികം കൂട്ടിയിരിക്കും. ഇങ്ങനെ ഒരു അവസരത്തിൽ ഫോക്കൽ ലെങ്ത്ത് ഇൻക്രീസ് ആവുകയാണ് ചെയ്യുന്നത്. ഫോക്കൽ ലെങ്ത്ത് ഇൻക്രീസ് ആവുന്ന സമയത്ത് കർവേച്ചർ എന്ന് പറയുന്നത്, ലെൻസിൻ്റെ വക്രത എന്ന് പറയുന്നത്, വളവെന്ന് പറയുന്നത് കുറഞ്ഞിരിക്കും. സ്ട്രെച്ച് ആയിട്ടാണുള്ളത് ലെൻസ് അല്ലേ. നമ്മുടെ സീലിയറി മസിൽസ് എന്ന് പറയുന്നത് റിലാക്സ്ഡ് ആണ്. ഇനി രണ്ടാമത്തെ കേസിൽ നമ്മുടെ ബുക്ക് കണ്ണിൻ്റെ അടുത്താണുള്ളത്. നിയർ ബൈ ഒബ്ജക്റ്റ് ആണ് നമ്മുടെ ബുക്ക്. ആ സമയത്ത് ലെൻസിന് വരുന്ന മാറ്റം നോക്കൂ. നമ്മുടെ ലെൻസിൻ്റെ വക്രത അല്ലെങ്കിൽ കർവേച്ചർ എന്ന് പറയുന്നത് കൂടി വരുന്നു അല്ലേ. ഒരു സർക്കുലാർ ഷേപ്പിലേക്ക് അല്ലെങ്കിൽ എലിപ്റ്റിക്കൽ ഷേപ്പിലേക്ക് അത് മാറിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് നമ്മുടെ സീലിയറി മസിൽസ് കോൺട്രാക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്, ചുരുങ്ങിപ്പോവുകയാണ് ചെയ്യുന്നത്. സീലിയറി മസിൽസ് അത് വളരെ എഫേർട്ടൊന്നും എടുക്കുന്നില്ല, അത് വളരെ കോൺട്രാക്ട് ചെയ്ത് ചുരുങ്ങിപ്പോയിരിക്കുകയാണ്. ആ സമയത്ത് നമ്മുടെ ലിഗമെൻറ്റ്സ് ആണെങ്കിലും റിലാക്സ്ഡ് ആയിട്ടിരിക്കും. കർവേച്ചർ ഓഫ് ലെൻസ് ഇൻക്രീസസ് ആൻഡ് ഫോക്കൽ ലെങ്ത് ഡിക്രീസസ്. ഫോക്കൽ ലെങ്ത് ആ സമയത്ത് കുറഞ്ഞിരിക്കും, കാരണം അടുത്തുള്ള വസ്തുക്കളെയാണ് നോക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഫോക്കൽ ലെങ്ത് കുറവായിരിക്കും. ഇനി ഈ വക കാര്യങ്ങളൊക്കെ നമ്മളൊരു ടാബുലാർ ഫോമിൽ എഴുതിയിട്ടുണ്ട്. 2 കോളം ഉണ്ട് അതിന്. ആദ്യത്തെ കോളത്തിൽ നമ്മൾ എഴുതിയിരിക്കുന്നത് വൈൽ വ്യൂയിങ് നിയർ ബൈ ഒബ്ജക്ട്സ് എന്നുള്ളതാണ്. നമ്മുടെ കണ്ണിന് അടുത്ത് വെച്ചിരിക്കുന്ന ഒബ്ജക്ട്സിനെ നോക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു, എന്തെല്ലാം മാറ്റങ്ങളാണുള്ളത്, അകലെയുള്ള ഒബ്ജക്ട്സിനെ വ്യൂ ചെയ്യുമ്പോൾ എന്തെല്ലാം മാറ്റങ്ങളാണുള്ളത് എന്നുള്ളതാണ്. അടുത്തുള്ള ഒബ്ജക്ട്സിനെ നോക്കുമ്പോൾ സീലിയറി മസിൽസ് കോൺട്രാക്ട്, ligaments relax, curvature of lens increases and focal length decreases. അകലെയുള്ള വസ്തുക്കളെ നോക്കുമ്പോൾ while viewing distant objects, ciliary muscles relax, ligaments stretch, curvature of lens decreases and focal length increases. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് പവർ ഓഫ് അക്കോമഡേഷൻ. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. കണ്ണിൻ്റെ, അതിനെ നമ്മൾ സമഞ്ജനക്ഷമത എന്ന് പറയും മലയാളത്തിൽ. കണ്ണിൻ്റെ ലെൻസിനുള്ളൊരു പവറാണ്. ഫോക്കൽ ലെങ്ത് കൂട്ടാനും കുറയ്ക്കാനുമുള്ള കണ്ണിൻ്റെ ലെൻസിനുള്ള പവറിനെയാണ് പവർ ഓഫ് അക്കോമഡേഷൻ എന്ന് പറയുന്നത്. ഇനി റെറ്റിന ആൻഡ് ഫോട്ടോ റിസെപ്റ്റേഴ്സ് എന്നുള്ളതാണ്. നമ്മുടെ റെറ്റിനയിൽ ഫോട്ടോ റിസെപ്റ്റേഴ്സായിട്ട്, പ്രകാശത്തെ റിസീവ് ചെയ്യാനായിട്ട് 2 തരത്തിലുള്ള കോശങ്ങളാണുള്ളത്. അതായത് റോഡ് സെൽസും കോൺ സെൽസും ആണുള്ളത്.
റോഡ് സെൽസ് നമ്മൾ സാധാരണ ഡിം ലൈറ്റിൽ ഉത്തേജിക്കപ്പെടുന്നവയാണ്. ദേ ബിക്കം ആക്റ്റീവ് ഡ്യൂറിങ് ഡിം ലൈറ്റ്. ആൻഡ് ബ്രൈറ്റ് ലൈറ്റിൽ ഉത്തേജിക്കപ്പെടുന്നത് അല്ലെങ്കിൽ ആക്ടിവേറ്റ് ചെയ്യപ്പെടുന്നവയാണ് കോൺ സെൽസ്. കളേഴ്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാനും ബ്രൈറ്റ് ലൈറ്റിൽ ആക്റ്റീവ് ആവാനുമുള്ളതാണ് കോൺ സെൽസ്. അപ്പോൾ രാത്രിയിലൊക്കെ ആണെങ്കിൽ നമ്മൾ ഡിം ലൈറ്റിൽ നമ്മൾക്ക് കാണാൻ സഹായിക്കുന്നത് റോഡ് സെൽസ് ആണ്. അപ്പം ഒരു ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കാം. നമ്മൾ രാത്രിയിൽ ഈ മൂങ്ങ, അങ്ങനെ നൊക്ടേണൽ ആനിമൽസ് ഉണ്ട്, രാത്രിയിൽ സജീവമാകുന്ന ആനിമൽസ്, മൂങ്ങ പോലെ, അവരുടെ കണ്ണിൽ റോഡ് സെൽസ് ആയിരിക്കുമോ കൂടുതൽ, കോൺ സെൽസ് ആയിരിക്കുമോ കൂടുതൽ? ഇതിൻ്റെ ഉത്തരം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതണം. ഏതൊന്ന് ആലോചിച്ച് നോക്കുക, അവരുടെ കണ്ണിലെ റെറ്റിനയിൽ റോഡ് സെൽസ് ആയിരിക്കുമോ കൂടുതൽ, കോൺ സെൽസ് ആയിരിക്കുമോ കൂടുതൽ എന്നുള്ളത്. ഇനി ഈ റോഡ് സെൽസിലും കോൺ സെൽസിലും എന്തെല്ലാം പിഗ്മെൻറ്റ്സ് ആണുള്ളത് നോക്കാം. റോഡ് സെൽസിലുള്ള പിഗ്മെൻറ്റിനെ അല്ലെങ്കിൽ കളേർഡ് സബ്സ്റ്റൻസിനെയാണ് നമ്മൾ റൊഡോപ്സിൻ എന്ന് പറയുന്നത്. കോൺ സെൽസിലുള്ള കളേർഡ് സബ്സ്റ്റൻസിനെയാണ് നമ്മൾ ഫോട്ടോപ്സിൻ എന്ന് പറയുന്നത്. റോഡ് സെല്ലിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് റോഡ് ഷേപ്പാണ്, ഒരു ദണ്ഡാകൃതിയിലാണ്. കോൺ സെല്ലിൻ്റെത് ഒരു കോണാകൃതിയിലാണുള്ളത്. ഇനി ഫങ്ഷൻ, അതിൻ്റെ പ്രവർത്തനം അല്ലെങ്കിൽ അതിൻ്റെ ധർമ്മം എന്ന് പറയുന്നത് റോഡ് സെൽ ഏബിൾ ടു സീ ദ ഒബ്ജക്റ്റ് ഇൻ ഡിം ലൈറ്റ്. നമുക്ക് ഡിം ലൈറ്റിൽ നമുക്ക് വസ്തുക്കളെ കാണാൻ സഹായിക്കുന്ന സെൽസാണ് റോഡ് സെൽസ് എന്ന് പറയുന്നത്. കോൺ സെൽസ് എന്ന് പറഞ്ഞാൽ സി ഫോർ കോൺ, സി ഫോർ കളേഴ്സ്. അപ്പോൾ കോൺ സെൽസ് എന്ന് പറയുന്നത് ഡിറ്റക്ട് ദ പ്രൈമറി കളേഴ്സിനെ തിരിച്ചറിയാനുള്ളതാണ് കോൺ സെൽസ് എന്ന് പറയുന്നത്. അടുത്തതായിട്ട് നമുക്ക് കെമിസ്ട്രി ഓഫ് വിഷൻ ആണ്. വിഷൻ്റെ ഈ റൊഡോപ്സിനും ഫോട്ടോപ്സിനും എന്താണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഈ റൊഡോപ്സിൻ ലൈറ്റ് വന്ന് പതിക്കുമ്പോൾ അത് റെറ്റിനാൽ ആൻഡ് ഓപ്സിൻ എന്ന 2 ഘടകങ്ങളായിട്ട് വിഭജിക്കുന്നു. ഫോട്ടോപ്സിനും അതുപോലെ തന്നെ ലൈറ്റ് വന്ന് പതിക്കുമ്പോൾ റെറ്റിനാൽ ആൻഡ് ഓപ്സിൻ, അങ്ങനെ റെറ്റിനാൽ ഓപ്സിൻ എന്ന് പറയുന്ന 2 ഘടകങ്ങളായിട്ട് വിഭജിക്കുകയാണ് ചെയ്യുന്നത്. ഇനി അടുത്തത് ബൈനോക്കുലർ വിഷൻ ആണ്. ബൈ എന്ന് പറഞ്ഞാൽ എന്താണ്, 2 ആണ് അല്ലേ. ബൈനോക്കുലർ വിഷൻ, അതായത് ഒരു വസ്തുവിനെ നമ്മൾ ഒറ്റ കണ്ണുകൊണ്ടല്ല നോക്കിക്കാണുന്നത്, 2 കണ്ണും കൊണ്ടാണ് നോക്കിക്കാണുന്നത്. അപ്പോൾ 2 കണ്ണിൽ നിന്നും സംവേദനങ്ങൾ തലച്ചോറിലേക്ക് പോകുന്നുണ്ട്, ഇലക്ട്രിക്കൽ ഇമ്പൾസസ് തലച്ചോറിലേക്ക് പോകുന്നുണ്ട് അല്ലേ. ഇതിൽ നിന്നുള്ള മെസ്സേജ് തലച്ചോറിലെത്തി തലച്ചോർ അതിനെ ഇൻറ്റർപ്രറ്റ് ചെയ്തിട്ടാണ് നമുക്ക് ആ വസ്തുവിനെ കാണാൻ പറ്റുന്നത്. അപ്പം ഒരു വസ്തുവിനെ നമ്മൾ 2 കണ്ണുകൊണ്ട് നോക്കിക്കാണുമ്പോൾ അതിൻ്റെ ഒരു ആകെത്തുകയുള്ള റിസൾട്ടാണ് നമുക്ക് കിട്ടുന്നത്. അതിനാണ് ബൈനോക്കുലർ വിഷൻ എന്ന് പറയുന്നത്. ഇത് ഇമേജ് ഫ്രം 2 sides of the same object are formed in the left and right eye. These 2 images are combined together in the visual area of our brain to form a 3-dimensional image of the object. അങ്ങനെയാണ് നമുക്കൊരു 3-dimensional ഇമേജ് കിട്ടുന്നത്. ഒബ്ജക്റ്റിൻ്റെ 2 കണ്ണിൽ നിന്നും പോകുന്ന മെസ്സേജുകൾ അത് ക്രോഡീകരിച്ചിട്ട് കിട്ടുന്ന അതിൻ്റെ റിസൾട്ടാണ് നമുക്കൊരു 3-dimensional രൂപത്തിൽ നമ്മുടെ ബ്രെയിനിൽ അത് ഉണ്ടാക്കപ്പെടുന്നത്. ഇനി ഐ ഡിഫക്ട്സ് ആൻഡ് ഡിസീസസ് ആണ്. എന്തൊക്കെയാണ് പ്രധാനമായും നമ്മുടെ കണ്ണിനെ എഫക്റ്റ് ചെയ്യുന്ന അസുഖങ്ങൾ എന്ന് നോക്കാം. നമ്മൾ ആദ്യം പറഞ്ഞു റൊഡോപ്സിനായാലും ഫോട്ടോപ്സിനായാലും അത് ഡിവൈഡ് ചെയ്തിട്ട് വരുന്നതാണ് റെറ്റിനാൽ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഈ റെറ്റിനാൽ എന്ന് പറയുന്നത് ഇറ്റ്സ് ഡിറൈവ്ഡ് ഫ്രം വൈറ്റമിൻ എ. വിറ്റാമിൻ എയിൽ നിന്നും ഉണ്ടാക്കപ്പെടുന്ന ഒരു ഘടകമാണ് റെറ്റിനാൽ എന്ന് പറയുന്നത്. ആ റെറ്റിനാൽ റോഡ് സെൽസുകൾക്കും കോൺ സെൽസുകൾക്കും അത്യന്താപേക്ഷിതമാണ്. റൊഡോപ്സിനായാലും ഫോട്ടോപ്സിനായാലും അത് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു പ്രധാന ഘടകമാണ് റെറ്റിനാൽ എന്ന് പറയുന്നത്. അപ്പോൾ വൈറ്റമിൻ എ ഇല്ല എന്നുണ്ടെങ്കിൽ റെറ്റിനാലിൻ്റെ അളവ് കുറഞ്ഞു പോകും. അങ്ങനെ റെറ്റിനാൽ കുറഞ്ഞു പോയാൽ അത് റൊഡോപ്സിൻ്റെ അളവ് കുറയ്ക്കുന്നു. അങ്ങനെ റൊഡോപ്സിൻ കുറഞ്ഞു പോയാൽ കളേഴ്സ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനും ബുദ്ധിമുട്ടായിരിക്കും. ഡിം ലൈറ്റിൽ നമുക്കൊന്നും കാണാനും പറ്റില്ല. അതിനെയാണ് നൈറ്റ് ബ്ലൈൻഡ്നെസ് എന്ന് പറയുന്നത്. രാത്രിയാകുമ്പോൾ അല്ലെങ്കിൽ പ്രകാശം കുറയുന്ന സമയത്ത് നമുക്കൊന്നും കാണാൻ പറ്റാത്ത അവസ്ഥയാണ് നമ്മൾ നൈറ്റ് ബ്ലൈൻഡ്നെസ്, നിശാന്തത എന്ന് പറയുന്നത്. അപ്പം അതിനുള്ള കാരണം റോഡ് സെൽസ് ആണ്. നമ്മളെ ഡിം ലൈറ്റിൽ കാണാൻ സഹായിക്കുന്നതാണ് റോഡ് സെൽസ്. അപ്പോൾ റോഡ് സെൽസിലുള്ള ഘടകങ്ങളെയാണ് നമ്മൾ റൊഡോപ്സിൻ എന്ന് പറയുന്നത്. റൊഡോപ്സിൻ കുറയുമ്പോൾ നമുക്ക് കണ്ണ് കാണാൻ പറ്റാത്ത അവസ്ഥ വരും ഡിം ലൈറ്റിൽ. അപ്പോൾ റൊഡോപ്സിൻ കുറയാനുള്ള കാരണം എന്ന് പറയുന്നത് എന്താണ്? റെറ്റിനാൽ കുറയുന്നതാണ്. റെറ്റിനാൽ കുറയാനുള്ള കാരണം എന്താണ്? വിറ്റാമിൻ എയുടെ അഭാവമാണ്. അപ്പോൾ വിറ്റാമിൻ എ, ദ ഡെഫിഷ്യൻസി ഓഫ് വൈറ്റമിൻ എ ലീഡ്സ് ടു ഡെഫിഷ്യൻസി ഓഫ് റെറ്റിനാൽ. ഡെഫിഷ്യൻസി ഓഫ് റെറ്റിനാൽ ലീഡ്സ് ടു ദ ഡെഫിഷ്യൻസി ഓഫ് റൊഡോപ്സിൻ. റൊഡോപ്സിൻ കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് റോഡ് സെൽസ് ഉണ്ടാവില്ല. റോഡ് സെൽസ് ഉണ്ടായില്ലെങ്കിൽ നമുക്ക് രാത്രിയിൽ അല്ലെങ്കിൽ ഇരുട്ടിൽ കണ്ണ് കാണാനുള്ള ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ ഇത് വൈറ്റമിൻ എ,
റെറ്റിനാൽ, റൊഡോപ്സിൻ, റോഡ് സെൽസ്, അങ്ങനെ ആലോചിച്ച് വയ്ക്കുക ആൻസർ. രണ്ടാമത്തേത് നമ്മൾ പഠിക്കുന്നത് സിറോഫ്താൽമിയ എന്ന അസുഖത്തെക്കുറിച്ചാണ്. If there is prolonged deficiency of vitamin A, the conjunctiva and cornea become dry and opaque. അങ്ങനെയുള്ളൊരവസ്ഥയാണ് നമ്മൾ സിറോഫ്താൽമിയ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ കണ്ണ് ഈർപ്പരഹിതമാകുന്നത്, മോയ്സ്ചറൈസ് ഫ്രീ ആകുന്നത്, ഡ്രൈ ആയി പോകുന്നത്, ആ ഒരവസ്ഥയാണ് നമ്മൾ സിറോഫ്താൽമിയ എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ് നമ്മുടെ കളർ ബ്ലൈൻഡ്നെസ് എന്ന് പറയുന്നത്. കളറിനെ തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥ, അതാണ് കളർ ബ്ലൈൻഡ്നെസ്. The retina contains corn cells which can detect red, green and blue colors. അതിനെയാണ് നമ്മൾ പ്രൈമറി കളേഴ്സ് എന്ന് പറയുന്നത്. RGB, റെഡ്, ബ്ലൂ ആൻഡ് ഗ്രീൻ കളേഴ്സിനെയാണ് നമ്മൾ പ്രൈമറി കളേഴ്സ് എന്ന് പറയുന്നത്. സം പേഴ്സൺ കനോട്ട് ഡിസ്റ്റിങ്ക്വിഷ് ഗ്രീൻ ആൻഡ് റെഡ് കളേഴ്സ്. ചില ആളുകൾക്ക് ഇങ്ങനെ പ്രൈമറി കളേഴ്സിനെ തിരിച്ചറിയാൻ പറ്റില്ല, ഡ്യൂ ടു ദ ഡിഫക്റ്റ് ഓഫ് കോൺ സെൽസ്. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് കോൺ സെൽസിൻ്റെ അഭാവമാണ്. അപ്പം ആ കോൺ സെൽസിൻ്റെ അഭാവം കൊണ്ടുണ്ടാകുന്ന അസുഖത്തെയാണ് നമ്മൾ കളർ ബ്ലൈൻഡ്നെസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വന്നിട്ട് നമ്മുടെ ഗ്ലൂക്കോമ എന്ന് പറയുന്ന അസുഖമാണ്. എക്വസ് ഹ്യൂമർ ഇസ് ദ ഫ്ലൂയിഡ് വിച്ച് നറിഷസ് ദ ടിഷ്യൂസ് ഇൻ ദ ഐസ്. നമ്മൾ കണ്ണിൻ്റെ സ്ട്രക്ചർ പഠിച്ചപ്പോൾ പഠിച്ചിട്ടുണ്ടായിരുന്നു കോർണിയയ്ക്കും ലെൻസിനും ഇടയിലായിട്ട്, അതായത് മുൻഭാഗത്ത്, കണ്ണിൻ്റെ മുൻഭാഗത്ത് കാണപ്പെടുന്നൊരു ദ്രാവകമാണ് എക്വസ് ഹ്യൂമർ. അത് കണ്ണിന് നറിഷ്മെൻറ്റ്, ന്യൂട്രിയൻസ്, പോഷകങ്ങളും ബ്ലഡൊക്കെ കൊടുക്കുന്ന സാധനം, ബ്ലഡിൽ നിന്നുണ്ടാകുന്ന ഒരു സാധനമാണ് എക്വസ് ഹ്യൂമർ എന്ന് പറയുന്നത്. അപ്പം ആ ഒരു എക്വസ് ഹ്യൂമറിൻ്റെ the reabsorption of aqueous humor does not occur. It causes an increase in the pressure inside the eyes. അതിൻ്റെ റീഅബ്സോർപ്ഷൻ കുറയുന്ന സമയത്ത് നമ്മുടെ കണ്ണിനുള്ളിൽ ഒരു പ്രത്യേക രീതിയിൽ മർദ്ദം രൂപീകരിക്കപ്പെടുകയാണ്, പ്രഷർ ക്രിയേറ്റ് ചെയ്യുന്നു. ദിസ് കോസസ് ഡാമേജ് ടു ദ റെറ്റിന ആൻഡ് ദ ഫോട്ടോ റിസെപ്റ്റർ സെൽസ് ആൻഡ് അൾട്ടിമേറ്റ്ലി ലീഡ്സ് ടു ബ്ലൈൻഡ്നെസ്. അങ്ങനെ കണ്ണിൻ്റെ ഉള്ളിൽ പ്രഷർ അധികമായിട്ട് വരുന്ന സമയത്ത് നമ്മുടെ റെറ്റിന എന്ന് പറയുന്ന സ്ക്രീനിന് ഡാമേജ് ഉണ്ടാവും. സ്ക്രീനിന് ഡാമേജ് ഉണ്ടാകുമ്പോൾ നമ്മുടെ അവിടെയാണ് ഫോട്ടോ റിസെപ്റ്റർ സെൽസ് ഉള്ളത്. അപ്പം ആ സമയത്ത് ഫോട്ടോ റിസെപ്റ്റർ സെൽസിന് ഡാമേജ് വരികയും നമുക്ക് അന്ധത അല്ലെങ്കിൽ ബ്ലൈൻഡ്നെസ് ഉണ്ടാവുകയും ചെയ്യുന്നു. ദിസ് ഡിഫക്റ്റ് ഇസ് കോൾഡ് ഗ്ലൂക്കോമ. ഇറ്റ് ക്യാൻ ബി റെക്ടിഫൈഡ് ബൈ ലേസർ സർജറി. നമ്മുടെ കാറ്ററാക്ട്, തിമിരത്തിനൊക്കെ ലേസർ സർജറി ചെയ്യുന്ന പോലെ ഗ്ലൂക്കോമയ്ക്കും ലേസർ സർജറി ചെയ്തിട്ട് നമുക്കത് ട്രീറ്റ്മെൻറ്റ് എടുക്കാവുന്നതാണ്. അടുത്ത് വന്നത് അത് തന്നെയാണ് നമ്മുടെ കാറ്ററാക്ട് എന്ന് പറയുന്നത്. കാറ്ററാക്ട് സാധാരണയായിട്ട് ഏജ് ഓൾഡ് പീപ്പിളിൽ ഉണ്ടാവുന്നതാണ്. നമ്മുടെ ലെൻസ് പതുക്കെ ട്രാൻസ്പാരൻ്റ് അവസ്ഥയിൽ നിന്ന് ഒപ്പേക്ക് അവസ്ഥയിലേക്ക് പോകുമ്പോൾ അത് പ്രകാശം കടത്തിവിടാത്ത ഒരു രൂപത്തിലാകുന്നു. ഇറ്റ് വിൽ നോട്ട് അലൗ ലൈറ്റ് ടു ഗോ ത്രൂ ഇറ്റ് ബിക്കോസ് ഇറ്റ് ബിക്കെയിം ഒപ്പേക്ക്. ആ ഒരവസ്ഥയിൽ നമുക്ക് പ്രായം കൂടുതലുള്ള ആളുകളിലാണ് ഇത് വരുന്നത്, അവർക്ക് കണ്ണ് കാണാൻ പറ്റാത്ത അവസ്ഥയാവും. അതും നമുക്ക് സർജറിയിലൂടെ മാറ്റാവുന്നതാണ്. നെക്സ്റ്റ് വന്നിട്ട് കൺജങ്ക്റ്റിവിറ്റി എന്ന് പറയുന്ന അസുഖമാണ്. കൺജങ്ക്റ്റിവിറ്റിസ്, ദിസ് ഇസ് എൻ ഇൻഫെക്ഷൻ ഓഫ് ദ കൺജങ്ക്റ്റീവ. കൺജങ്ക്റ്റീവ എന്ന് പറയുന്നത് ഒരു ലെയറാണ് അല്ലേ, നമ്മുടെ കോർണിയ ഉൾപ്പെടാതെയുള്ള ഒരു ലെയറിനെയാണ്, അതൊരു നനുത്ത ദ്രാവകം പുറപ്പെടുവിക്കുന്ന ആ ലെയറിനെയാണ് കൺജങ്ക്റ്റീവ എന്ന് പറയുന്നത്. അപ്പോൾ അതിന് വരുന്ന ഇൻഫെക്ഷനാണ് നമ്മുടെ കൺജങ്ക്റ്റിവൈറ്റിസ് എന്ന് പറയുന്ന അസുഖം. ദ കോസേറ്റീവ് ഓർഗാനിസം മേ ബി ബാക്ടീരിയ, വൈറസ് എക്സെട്ര. അത് പലർക്കും നമുക്ക് ഉണ്ടാകുന്ന ഒരു അസുഖമാണ്, പ്രത്യേകിച്ച് കുട്ടികളിൽ. സ്കൂളിലൊക്കെ ഒരാൾക്ക് വന്നാൽ മതി, ബാക്കി എല്ലാവർക്കും അത് വരും അല്ലേ. കണ്ണിങ്ങനെ ചുവന്ന കളറൊക്കെ ആയിട്ട് വന്നിട്ട് അത് നീരൊക്കെ വരും കണ്ണിന്ന്. അങ്ങനെ ഒരു ബാക്ടീരിയൽ അല്ലെങ്കിൽ വൈറൽ ഇൻഫെക്ഷൻ കൊണ്ട് ഉണ്ടാകുന്ന ഒരു അസുഖമാണ് കൺജങ്ക്റ്റിവൈറ്റിസ് എന്ന് പറയുന്നത്. ദിസ് ഡിസീസ് ഇസ് ട്രാൻസ്മിറ്റഡ് ത്രൂ കോണ്ടാക്ട്. അതുകൊണ്ടാണ് നമ്മൾ ഒരു കുട്ടിക്ക് അത് അസുഖം ഉണ്ടായിട്ട് ക്ലാസ്സിൽ വരികയാണെങ്കിൽ മറ്റുള്ളവരിലും അത് പകരുന്നത് എങ്ങനെയെങ്കിലും ഒരു തരത്തിൽ അല്ലെങ്കിൽ ഒരു മറ്റൊരു തരത്തിൽ അത് കോണ്ടാക്റ്റിലൂടെയാണ് പകരുന്നത്. അങ്ങനെ അത് കൂടുതലായിട്ട് ട്രാൻസ്മിറ്റ് ചെയ്യാൻ ചാൻസ് ഉള്ള ഒരു അസുഖമാണ്. കംപ്ലീറ്റ് ആയിട്ട് ശുചിത്വം പാലിക്കുക, ഹൈജീൻ കണ്ടീഷൻ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് ഇത് വരാതിരിക്കാനുള്ളൊരു മാർഗം. ഇനി എങ്ങനെയാണ് നമ്മുടെ കണ്ണിനെ നമ്മൾ സംരക്ഷിക്കേണ്ടത്? കണ്ണെന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഓർഗനാണ് അല്ലേ, സെൻസ് ഓർഗനിൽ വെച്ചിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതിന് നമ്മുടെ ശരീരം തന്നെ ഒരുപാട് കെയർ കൊടുക്കുന്നുണ്ട്. അതുകൂടാതെ നമ്മൾ എങ്ങനെയാണ് കെയർ കൊടുക്കേണ്ടത്? കണ്ണ് ശരീരത്തിൻ്റെ പ്രൊട്ടക്ഷൻ അല്ലാതെ നമ്മൾ എങ്ങനെ കെയർ കൊടുക്കണം എന്നുള്ളതാണ്. ഇപ്പോഴുള്ള മെയിൻ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ മോസ്റ്റ് ഓഫ് ദി ചിൽഡ്രൻ ആർ എൻഗേജിങ് ദംസെൽസ് ആൻഡ് വാച്ചിങ് TV ഓർ മൊബൈൽ. നമ്മൾ കുട്ടികൾ എപ്പോഴും കമ്പ്യൂട്ടറിൻ്റെയും TVയുടെയും മൊബൈലിൻ്റെയൊക്കെ മുന്നിലാണ്. അപ്പം അത് ഒരുപാട് സ്വാധീനിക്കുന്നുണ്ട് അല്ലേ, ഹാനികരമായിട്ട് സ്വാധീനിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒഴിവാക്കുക, നമ്മുടെ സ്ക്രീൻ ടൈം വളരെ കുറയ്ക്കുക. കുട്ടികൾ പുറത്തുപോയി കളിക്കുക അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ഏർപ്പാട് ചെയ്യുക. ഈ സ്ക്രീൻ ടൈം പരമാവധി കുറയ്ക്കുക എന്നുള്ളതാണ് കണ്ണിനെ രക്ഷിക്കാനുള്ള ഏറ്റവും ബെസ്റ്റായിട്ടുള്ള മെത്തേഡ്. ഇനി നിങ്ങൾ കുറച്ച് നേരമൊക്കെ TV കാണാൻ അല്ലെങ്കിൽ മൊബൈലൊക്കെ നോക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പുറത്ത് പോയി വന്നതിന് ശേഷം കണ്ണ് നന്നായിട്ട് കഴുകണം. നമുക്ക് ആൻറ്റി ഗ്ലെയർ ഗ്ലാസ് ഉപയോഗിക്കാവുന്നതാണ്.
അല്ലെങ്കിൽ അതുപോലെ നമുക്ക് പുറത്തു പോകുക, സൺഗ്ലാസസ് ഉപയോഗിക്കുന്നതാണ്. അതൊക്കെ നമ്മുടെ കണ്ണിൻ്റെ പ്രൊട്ടക്ഷൻ്റെ മെത്തേഡ്സ് ആണ്. പിന്നെ റീഡ് ചെയ്യുന്ന സമയത്ത് പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കണം, നമ്മൾ കണ്ണിൻ്റെ വളരെ അടുത്ത് വെച്ചിട്ട് റീഡ് ചെയ്യാൻ പറ്റില്ല. ഒരു മിനിമം 25 സെൻറ്റിമീറ്ററെങ്കിലും അകലത്തിൽ വെച്ചിട്ടുമായിരിക്കണം നമ്മൾ മൊബൈൽ നോക്കുന്നത് അല്ലെങ്കിൽ ബുക്സൊക്കെ റീഡ് ചെയ്യുന്നത്. മിനിമം ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിട്ട് വേണം എപ്പോഴും നമ്മൾ ബുക്സ് റീഡ് ചെയ്യാനോ അല്ലെങ്കിൽ മൊബൈലൊക്കെ നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട്. പിന്നെ സൺലൈറ്റിലേക്ക് നമ്മൾ ഡയറക്റ്റായിട്ട് നോക്കാൻ പാടില്ല. സൺലൈറ്റിലേക്ക് ഡയറക്റ്റായിട്ട് നോക്കുന്ന സമയത്ത് ഒരു ഏർലി മോർണിംഗ് ഒക്കെ ആണെങ്കിൽ കുഴപ്പമില്ല. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ തീവ്രത കൂടി വരുന്ന സമയത്ത് നമ്മൾ തികച്ചും നോക്കാൻ പാടില്ല. അപ്പോൾ അത് നമ്മുടെ കണ്ണിനെ ഡാമേജ് ചെയ്യാനുള്ള ഒരുപാട് ചാൻസസ് ഉണ്ട്. പിന്നെ നമ്മൾ കണ്ണിൻ്റെ റൊഡോപ്സിനൊക്കെ വേണ്ടിയിട്ട് വൈറ്റമിൻ എ വളരെയധികം കഴിക്കണം. റൊഡോപ്സിനായാലും അത് റെറ്റിനാലിനായാലും ഒക്കെ നമ്മുടെ കണ്ണിൻ്റെ വൈറ്റമിൻ എ വളരെ അത്യന്താപേക്ഷിതമാണ്. അതുകൊണ്ട് അത് ഉൾപ്പെടുന്ന ഭക്ഷണം നമ്മൾ ധാരാളമായി എടുക്കാൻ ശ്രദ്ധിക്കണം. ഇതൊക്കെയാണ് നമ്മുടെ കണ്ണിന് എങ്ങനെ സംരക്ഷണം കൊടുക്കാം എന്നുള്ളത്. ഇനി അടുത്ത ക്ലാസ്സിലായിട്ട് നമ്മൾ ചെവിയെക്കുറിച്ച് പഠിക്കുന്നതായിരിക്കും. നമ്മുടെ വേറൊരു സെൻസ് ഓർഗനായ ചെവിയെക്കുറിച്ച് പഠിക്കുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനുമായിട്ട് ഷെയർ ചെയ്യാനും നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. താങ്ക് യു സോ മച്ച്.